to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain, pulling a mob, pushing a train. I'll never stop, stick to a lane, pick up the pieces and go. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ടൗൺ ഓഫ് ജീസസ്, യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന സിനഗോഗ്, പത്രോസ് ലീഹായുടെ അമ്മായിമ്മയുടെ വീട്, അഷ്ടസൗഭാഗ്യങ്ങളുടെ ദേവാലയം, ഗലീലി കടലിലെ ബോട്ട് യാത്ര. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിക്കുകയും ഏകദേശം ആ കാലഘട്ടം പൂർണ്ണമായി ചെലവഴിക്കുകയും ചെയ്ത ഇടമാണ് കഫർനൗം, ഈശോയുടെ സ്വന്തം പട്ടണം. ഗലീലി കടലിന്റെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു കഫർനൗം. ഇവിടെ നിന്നാണ് ഈശോ തന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായ യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, അന്ത്രയോസ്, മത്തായി എന്നിവരെ തിരഞ്ഞെടുത്തത്. അതുമാത്രമല്ല, മത്തായിയുടെ ജന്മസ്ഥലവും ഇവിടെയാണ്. വേ ഓഫ് ദ സീ എന്നറിയപ്പെടുന്ന പൗരാണിക പാത മെഡിറ്ററേനിയൻ കടൽ തീരത്തുകൂടെ കഫർനൗം വഴിയാണ് ദമാസ്കസിലേക്ക് നീണ്ടുപോകുന്നത്. ഇസ്രായേലിലെ മറ്റ് പ്രധാനപ്പെട്ട കത്തോലിക്ക ദേവാലയങ്ങൾ പോലെ തന്നെ കഫർനൗമിലെ ഈ ദേവാലയത്തിന്റെയും മേൽനോട്ട അവകാശം ഫ്രാൻസിസ്കൻ സന്യാസ സഭയെയാണ് കാലാകാലങ്ങളായി മാർപ്പാപ്പ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് അഷ്ടഭുജാകൃതിയിലുള്ള ബൈസന്റൈൻ ദേവാലയമാണ്. അതിലൊരു മൊസൈക്ക് തറയുണ്ട്. പത്രോസിന്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. യഹൂദരെ സംബന്ധിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും ഒരേപോലെ പ്രാധാന്യമേറിയ വിശുദ്ധ സ്ഥലങ്ങളാണ് ഇവ. കഫർനൗമില് ഇവിടെ ഈ സൈറ്റിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് പത്രോസ് ലീഹായുടെ അമ്മായിയമ്മയുടെ വീടും അതുപോലെ തന്നെ അതിനോട് ചേർന്ന്, ആ വീടിനോട് ചേർന്ന് മറ്റ് വീടുകളും. പണ്ടത്തെ ഒരു കമ്മ്യൂണൽ ലൈഫ്, അതായത് കൂട്ടമായി ജീവിക്കുന്ന ഒരു രീതി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള മുറികളും ഒക്കെയാണ് നമുക്ക് ഈ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഈ ദേവാലയത്തിന്റെ, പുതിയ ദേവാലയത്തിന്റെ കീഴിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പത്രോസ് ലീഹായുടെ ഭാര്യ വീടാണിത്. പത്രോസ് ലീഹായുടെ. അപ്പൊ ഇവിടെ വന്നാണ് ഈശോ സുഖപ്പെടുത്തിയത് പത്രോസിന്റെ അമ്മായിമ്മേനെ. ഓർക്കുന്നില്ല, പനിയായിട്ട് കിടന്നപ്പോൾ പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അതായത് ഇവിടെ ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ട സമയത്ത് ഇവിടെ ഒരു പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്നു. കാരണം ആ ഒരു പ്രാധാന്യം, വചനത്തിന് കൊടുത്തിരുന്നതേ പ്രാധാന്യം, അതുപോലെ തന്നെ പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന ഇടമായിരുന്നു. പിന്നീട് അത് ബൈസന്റൈൻ കാലഘട്ടത്തിൽ അവര് ആ സ്ഥലത്ത് ദേവാലയം പണിയുകയും ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ് നമുക്ക് നടുഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. BC നാട്ടിലുള്ള സിനഗോഗുകളാണ്. നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും സിനഗോഗിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. കാര്യം എന്തായിരുന്നു, അന്നത്തെ കാലത്ത് അവർ ഓർക്കൊണ്ടിരുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ജൂവിഷ് റിലിജൻ്റെ ഒരു വകഭേദമാണെന്നായിട്ടാണ്. അവർ ഈശോയെ മെസ്സേജായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് മുമ്പോട്ട് പോവുക. പിന്നെയാണ് ഡിവിഷൻസ് ഒക്കെ വരുന്നത്. ഇവിടെ ലഭ്യമായിട്ടുള്ളത് നമ്മുടെ കറുത്ത കല്ലുകളാണ്. ബാക്കിയുള്ള വെള്ളക്കല്ലുകളെല്ലാം പുറത്ത് നിന്ന് ഇവിടെ പണിയുവാനായിട്ട് പിന്നീട് കൊണ്ടുപോകും. ഈ സ്റ്റോൺസ് ഒക്കെ, ഇവിടുത്തെ സ്റ്റോൺസ് എല്ലാം കറുത്ത സ്റ്റോൺസാണ്. എവിടെ നിന്നാണ് ഈ വെള്ള സ്റ്റോൺസ് കൊണ്ടുപോകുന്നത്? ഈ റോമാക്കാരുടെ കാലത്തും അതിനു മുമ്പ് ബൈസന്റൈൻ കാലഘട്ടങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന സ്റ്റോൺസ് ഉണ്ട്. ഇത് ഗലീലിയുടെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന സ്റ്റോൺസാണ്. പിന്നെ അങ്ങോട്ടേക്കുള്ള എക്സ്കവേഷൻ ചെയ്യാൻ ഫ്രാൻസിസ്കൻസിന് പൈസ കുറവാകാറ് നിർത്തി വെച്ചിട്ടുണ്ട്. പഴയ ടൗൺഷിപ്പൊക്കെയാണ് കഫർനൗമിൽ കിടക്കുന്നത്. അവശിഷ്ടങ്ങൾ പല നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. ഈ കറുത്ത കല്ലുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സിനഗോഗ് ഉണ്ട്. സിനഗോഗ് യേശുവിൻ്റെ കാലത്ത് തന്നെ നിലനിന്നിരുന്ന സിനഗോഗാണ്. ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് പോയിരുന്ന സിനഗോഗാണ്. അതോടൊപ്പം തന്നെ ആദിമ ക്രൈസ്തവർ സിനഗോഗുകളിലാണ് പ്രാർത്ഥിച്ചിരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വേറെ ദേവാലയങ്ങൾ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ യഹൂദരുടെ കൂടെ അവരുടെ പ്രാർത്ഥനയിൽ അവരോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത്. സിനഗോഗുകളിൽ ഈശോയുടെ കാലഘട്ടത്തിൽ ഉള്ള 1-ാം നൂറ്റാണ്ടിലെ സിനഗോഗുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോണുകൾ ബ്ലാക്ക് സ്റ്റോണുകളാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. പിന്നീട് കൊണ്ടുവന്ന് പണിതിട്ടുള്ള കല്ലുകൾ, വെള്ളക്കല്ലുകളെല്ലാം ഇത് പണിയുവാനായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് സിനഗോഗ് പണിതിട്ടുള്ളതാണ്. അതിൻ്റെ നടുഭാഗം ആണ് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഹോള്. ഈ സിനഗോഗിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന മെയിൻ ഡോറിൻ്റെ
നേരെയകത്തുള്ള ആ ഹോളാണ് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ അത് ഫേസ് ചെയ്തിരിക്കുന്നത് ജെറുസലേമിനെയാണ്. സിനഗോഗ് ഫേസ് ചെയ്തിരിക്കുന്നത് ജെറുസലേമിലാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെയാണ് സ്റ്റാർ ഓഫ് ഡേവിഡ്. സോളമൻ്റെ സ്റ്റാറുണ്ട്, അത് 5 കാലുകളാണുള്ളത്. സ്റ്റാർ ഓഫ് ഡേവിഡ് 6 കാലുകളുള്ള സ്റ്റാറാണ്. അപ്പം അത് അതിനോട് അതിൻ്റെ ഡിസൈൻസിൽ അവിടെ ഇല്ല, പക്ഷേ തൊട്ടപ്പുറത്ത് മാറി അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളുടെ കൂട്ടത്തിൽ അത് വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് സ്റ്റാർ ഓഫ് ഡേവിഡ് സൈൻ. ആ കാലഘട്ടത്തിൽ തന്നെ അവർ കൊത്തി ഉണ്ടാക്കിയത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കഫർനാവും എന്നുള്ള പേര് സിഗ്നിഫൈ ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം അതായത് ഇവിടെ യഹൂദർ കൂടെ ഇവിടെ സന്ദർശിക്കാനായിട്ട് വരാറുണ്ട്. അതിൻ്റെ കാരണം നാഹും പ്രവാചകൻ്റെ വീട് അല്ലെങ്കിൽ വില്ലേജ് എന്നുള്ള ഒരു അർത്ഥം കൂടെ, അല്ലെങ്കിൽ ആ ഒരു ചരിത്രം കൂടെ ഇവിടെയുണ്ട്. നാഹും പ്രവാചകൻ്റെ വില്ലേജാണ് ഇത് എന്നുള്ള കൺസെപ്റ്റ്. ഇത് ക്രിസ്തുവിന് മുമ്പ് തന്നെയാണ്, നമുക്കറിയാം. അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ചരിത്രപരമായിട്ട് നമുക്ക് ഈ ദേവാലയത്തെക്കുറിച്ചും ഒപ്പം സിനഗോഗിനെ കുറിച്ചും പറയാനുള്ളത്. പുതിയ ദേവാലയമാണ് ഇതിൻ്റെ മുകളിൽ ഈ തൂണുകളിൽ പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല ചെറിയ ചെറിയ മുറികളായിട്ട് തിരിച്ചിട്ടുള്ള സ്ട്രക്ചറുകൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു ഇത് കഫർനാം. അതുകൊണ്ട് തന്നെ അതിന് പുറകിലായിട്ട് ഉള്ള ഹൗസുകളും മുറികളും ഒക്കെ ആയിട്ട് ഇതിന് പുറകിലും അവശിഷ്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷത്തിൽ നിന്ന് 4-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവനെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഭവനം ഉണ്ടായിരുന്ന സ്ഥലമാണ്, എക്സ്കവേഷനിൽ കണ്ടെത്തിയ സ്ഥലമാണ് ഇവിടെ കാണുന്നത്. അപ്പം മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു പോർഷൻ, ഈ ഒരു രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം. ഓക്കെ, അപ്പം ഇത് നമ്മൾ അകത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ മുറികൾ, എന്താ പറയുക, ഡിവിഷൻ ചെയ്ത മുറികളാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെയാണ് കറക്റ്റായിട്ട് ആ ഭവനം ഉണ്ടായിരുന്നതെന്നാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കിയ സ്ഥലം. അതുപോലെ തന്നെ പത്രോസിൻ്റെ അമ്മായിയമ്മ പനിയായിട്ട് ഇരുന്ന സമയത്താണ് ഈശോ അവിടെ വരികയും സന്ദർശിക്കുകയും ചെയ്ത സമയത്താണ് ഈശോ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് തളർവാദ രോഗി ഈശോയുടെ അടുത്തേക്ക് അവർ കൊണ്ടുവന്നത്. അപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ വലിയ തീരത്ത് വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ്. ഞാൻ വിശേഷം കുറച്ചുകൂടി പറഞ്ഞു ഇതൊക്കെ കല്ലുകളുടെ പ്രത്യേകിച്ച് കറുത്ത കല്ലുകളാണ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് മുതലുള്ള എക്സ്കവേഷനിൽ കണ്ടെത്തിയിരിക്കുന്ന കല്ലുകളുടെ ശേഖരണമാണ് നമ്മൾ അപ്പുറത്ത് കാണുന്നത്. ഇതൊക്കെ അതിനുശേഷം മീൻസ് ഇവിടെ നമ്മൾ ദേവാലയം പണിയുമ്പോഴും ഒക്കെ അച്ഛൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കൊണ്ടുവന്ന കല്ലുകളാൽ പണി. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതൊക്കെ നോക്കി താഴോട്ട് നോക്കി കല്ലുകൾ ഒറിജിനലായിട്ടുള്ള കറുത്ത കല്ലുകൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ അവർ സംരക്ഷിച്ചത്. ആ സൈഡിലേക്കൊക്കെ നോക്കിക്കുക, അവിടത്തെയൊക്കെ കല്ലിൻ്റെ കളറുണ്ടാവും. ദേവാലയത്തിന് മുൻവശത്തുള്ള സ്ക്വയറിൽ
താക്കോലും ഇടയന്റെ വടിയും പിടിച്ചു നിൽക്കുന്ന പത്രോസിന്റെ ഒരു ആധുനിക പ്രതിമയുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് മുമ്പ് 2000-ലാണ് ഈ പ്രതിമ സ്ഥാപിച്ചത്. ആദ്യത്തെ പോപ്പായി സെന്റ് പീറ്ററിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ പത്രോസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കത്തോലിക്ക തീർത്ഥാടകർക്ക് പ്രാധാന്യമുള്ളതാണ്. നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അഷ്കലോണിൽ നിന്ന് വന്നിരിക്കുന്ന ഗ്രൂപ്പാട്ടോ. ഇവിടെയും നമ്മുടെ അച്ഛന്മാരാണ് അവർ ഗൈഡ് ചെയ്യുന്നത്. ഇത് നമുക്കവിടെ കാണാൻ ടീമേഴ്സുണ്ട്. അത് കാണാൻ പോകണം. ഞങ്ങൾ കണ്ടിട്ട് നമ്മളിനി ഇവിടുന്ന് പോകുന്നത് അഷ്ടസൗഭാഗ്യങ്ങളുടെ ദേവാലയമായ ദ ചർച്ച് ഓഫ് ദി ബിയാറ്റിറ്റ്യൂഡ്സിലേക്കാണ്. ഇസ്രായേലിലെ തബ്ഗയ്ക്കും കഫർനാമിനും സമീപം ഗലീലി കടലിനടുത്തുള്ള ബിയാറ്റിറ്റ്യൂഡ്സ് പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണ് ചർച്ച് ഓഫ് ദി ബിയാറ്റിറ്റ്യൂഡ്സ്. 4-ാം നൂറ്റാണ്ടിലെ ബൈസന്റൈൻ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തിനടുത്താണ് 1936-നും 1938-നും ഇടയിൽ ആധുനിക ദേവാലയം നിർമ്മിച്ചത്. തറയുടെ പ്ലാൻ അഷ്ടഭുജാകൃതിയിലാണ്. 8 വശങ്ങൾ 8 അനുഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നു. പോലെ അഷ്ടസൗഭാഗ്യങ്ങളുടെ ദേവാലയത്തിലാണ് വന്നിരിക്കുന്നത്. ആ മലയിലാണ് ദേവാലയം പണിതിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ വചന ഭാഗം ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ ഈ ഭൂമിയിൽ എപ്രകാരം ജീവിക്കണം, സമാധാനം ആഗ്രഹിക്കുന്നവരും എളിമ ആഗ്രഹിക്കുന്നവരും നമ്മുടെ തന്നെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്നവരുമായിട്ട് നമ്മൾ എപ്രകാരം ജീവിക്കണമെന്നുള്ള സുവിശേഷ ഭാഗമാണ്. ആ വചനം പറഞ്ഞതിന് ശേഷം തൊട്ടുപുറകെ അതിനെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈശോ പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോകാതെ നിങ്ങൾ ഉപ്പിനെ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ തന്നെയാണ് ഉപ്പ്. ഉറകെട്ടു പോകാതെ മറ്റുള്ളവർക്ക് രുചി നൽകുന്നവരായിട്ട് നിങ്ങൾ നിലനിൽക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പം ഈ 2 കാര്യം പറഞ്ഞിട്ട് ഈശോ പറയുന്ന ഈ അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് അതാണ് ഈശോ ഈ മലയിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഭക്ഷണം ഇതാണ് കേട്ടോ. You could try to play but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody and stained. നമ്മളിതേ ഗലീലി കടലില് ബോട്ടിങ്ങിന് പോവാട്ടോ.
change, looking for pain. Pulling a mob, pushing a train. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test and expect nothing less, your check is I'm chess, what's happening next, yeah. He got the venom, a tangible weapon, no coming in second. This life is a lesson, he got a new engine from pain, it's a blessing. New focus, no guessing, just bold and obsession. All in his possession, you got their attention. I'll leave an impression and take your redemption. Just kill, no discretion, your mind is a weapon. 11-11, it's time for progression, You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they scheming. Better stand tall, ready for a fight, believe me. When they try the chains, you can say no, free me. So he's been looking for somebody who could save him, instead of searching inside for what they gave him. A strong will, strong mind causes mayhem. We could change the world, change times, rearrange them. Staying on pace, running the race. Life is a chase, I don't want a place, I wanna be first. Work till it hurts, dehydrated thirst till I'm in a hearse. High ambitions in the right mind can take you so far. It's like you lived a few lifetimes. Take off from a break off from the weak minds, they can stay soft. You can change lives, you create thoughts, never waste time. You got one shot, you got one life, better pop off. What do you like? Make a dream job. No 9-5, no mean boss, just my life and free thoughts. You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they scheming. Better stand tall, ready for a fight, believe me. When they try the chains, you can try to know, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test and expect nothing less, your check is I'm chess, what's happening next, yeah. He got the venom, a tangible weapon, no coming in second. This life is a lesson, he got a new engine from pain, it's a blessing. New focus, no guessing, just bold and obsession. All in his possession, you got their attention. I'll leave an impression and take your redemption. Just kill, no discretion, your mind is a weapon. 11-11, it's time for progression, You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they scheming. Better stand tall, ready for a fight, believe me. When they try the chains, you can say no, free me. So he's been looking for somebody who could save him, instead of searching inside for what they gave him. A strong will, strong mind causes mayhem. We could change the world, change times, rearrange them. Staying on pace, running the race. Life is a chase, I don't want a place, I wanna be first. Work till it hurts, dehydrated thirst till I'm in a hearse. High ambitions in the right mind can take you so far. It's like you lived a few lifetimes. Take off from a break off from the weak mind. എങ്ങനെയുണ്ടായിരുന്നു ജേർണി? മടുത്തോ? പോയപ്പോ ഇങ്ങോട്ട് തല കാണിച്ചേ. പോയപ്പോ ഈ ഉച്ചാറൊന്നും അല്ലായിരുന്നല്ലോ. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they scheming. Better stand tall, ready for a fight, believe me. When they try the chains, you can say no, free me.